Let us now consider the next topic of module 5, that is operating modes of 8051 timer. So this is an important topic. That is, let us consider the 4 operating modes of 8051 timer. Let us consider timer mode 0, that is the 13-bit timer. This is a relic mode and it is included in 8051 to maintain compatibility with its predecessor 8048. അപ്പോൾ ഇവിടെ relic mode എന്ന് പറയാൻ കാരണം അത് പ്രീവിയസ്, അതായത് കുറേ മുമ്പ് ഉള്ള ഒരു മോഡ് തന്നെയാണ്. അതൊരു കുറേ മുമ്പ് യൂസ് ചെയ്തിരുന്നൊരു മോഡാണ്, അതുകൊണ്ടാണ് relic mode എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ 8051 അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പാറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അതായത് ഇപ്പോൾ 8048 എന്നൊരു പ്രൊസസ്സർ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു കമ്പാറ്റബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, ദെൻ കൗണ്ടേഴ്സ് ആർ കൗണ്ടിങ് അപ്പ്, അതായത് എപ്പോഴും കൗണ്ടേഴ്സ് അപ്പ് കൗണ്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് TL ക്രോസ് അല്ലെങ്കിൽ TL0 അല്ലെങ്കിൽ TL1 വിൽ കൗണ്ട് ഫ്രം 0 to 31. ഓക്കെ, അത് 31 എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം അതായത് ഇവിടെ ഇഫക്റ്റീവ്ലി 13 ബിറ്റ്സ് ആർ യൂസ്ഡ്. ഓക്കെ, ഇഫക്റ്റീവ്ലി ഓൺലി 13 ബിറ്റ്സ് ആർ യൂസ്ഡ്. 13 ബിറ്റ്സിൽ 5 ബിറ്റ്സ് TL-നും അതേപോലെ തന്നെ 8 ബിറ്റ്സ് TH-നുമാണ്. സോ 5 ബിറ്റ്സ് വരുമ്പോൾ ആ രീതിയിൽ അതായത് 2⁵. എന്താണെന്ന് വെച്ചാൽ 0 to 31 വരെയാണ് കൗണ്ട് ചെയ്യാൻ പറ്റുക TL. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ whenever it is incremented from 31 നിന്ന് മേലേക്ക് പോയി കഴിഞ്ഞാൽ that means it will reset. that is അവിടെയാണ് ഓവർഫ്ലോ വരുന്നത്, 0ലേക്ക് പോകും. ഓക്കെ, കാരണം അത്രയും വരെ കൗണ്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ടൈമർ ആണെങ്കിലും കൗണ്ടർ ആണെങ്കിലും. ദെൻ അതുപോലെ തന്നെ 0 to 8 ബിറ്റ്സ് ആണ് TH-ൽ വരുന്നത്. സോ TH ക്രോസ് വിൽ ബി ഇൻക്രിമെൻറ്റഡ് അക്കോർഡിംഗ്ലി. ഓക്കെ, നൗ ഇവിടെ നമുക്ക് ടൈമർ മോഡ് 0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സാക്ട്ലി like time mode 1 except that it is a 13-bit timer instead of 16-bit. so mode 1-ൻ്റെ എല്ലാ ഓപ്പറേഷൻസും ഇവിടെയും പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു വാല്യൂ, അതായത് ഇപ്പോൾ 13-bit ടൈമറാണ് മോഡ് 0, whereas 16-bit ടൈമറാണ് മോഡ് 1 ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 13-bit എന്ന് പറയുന്നത് 8-bit TH0 ആൻഡ് 5-bit TL0. ഓക്കെ, ടൈമർ 0 ആണെങ്കിൽ then the value can be 0000 to 1FFFF. okay, in that case അപ്പോൾ 2⁻13 minus 1 ഈ 1FFF എങ്ങനെയാണ് കിട്ടിയത്? that is 2⁻13, that is 13-bit അല്ലേ. സോ 2⁻13 minus 1, അപ്പോൾ അവിടെ കിട്ടുന്നത് 2000H minus 1, that is 1FFFH. okay, അപ്പോൾ അതാണ്. and we set the initial values to count up. okay, initial values TH0-ലും TL0-ലും ലോഡ് ചെയ്യുന്നുണ്ട്. when the timer reaches its maximum of 1FFFF it rolls over to 0000 and TF0 is raised. അപ്പോൾ ഇവിടെ TF0 എന്ന് പറയുന്നത് അതൊരു ഫ്ലാഗ് ആണ്, ദാറ്റ് ഈസ് ഒരു ഇൻട്രപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ദാറ്റ് മീൻസ് ടൈമർ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതായത് മാക്സിമം കൗണ്ട് റീച്ച് ആയിട്ടുണ്ട്, അതിനുശേഷം അത് 0000ലേക്ക് പോകും. ഓക്കെ, ടൈമറിൻ്റെ ഓപ്പറേഷൻ അങ്ങനെയാണ്. അതായത് എത്രയാണ് കൗണ്ട് കൊടുത്തിരിക്കുന്നത് അതിന് മാക്സിമം കൗണ്ട് ഉണ്ടാവും. ആ മാക്സിമം കൗണ്ട് കഴിഞ്ഞാൽ പിന്നെ അത് 0000ലേക്ക് പോകും. ആ സമയത്ത് TF0 എന്നൊരു ഫ്ലാഗ് ഉണ്ട്, അത് 1 ആവും. ഓക്കെ, ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ടൈമർ ഹാസ് കംപ്ലീറ്റഡ് ദ ടൈം ഓപ്പറേഷൻ. ഇനി ടൈമർ മോഡ് 1 ആണെങ്കിൽ 16-bit ടൈമറാണ്. ഓക്കെ, ദിസ് ഇസ് എ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മോഡ്. This mode operates in a fashion almost like mode 0, only this time all 16 bits are used. okay, അവിടെ 13 bits മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ മോഡ് 0, whereas here 16 bits are used. and the counting എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം വരുന്നത് that is TLX is incremented from 00 to 255, that is decimal 255 means FFH. okay, and TH അതായത് TL cross is incremented from 255, it resets to 0 and causes TH cross to be incremented by 1. okay, അപ്പോൾ ഇവിടെ that is 16 bits ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ TL എന്ന് പറയുന്നത് 00 to FF. okay, ആൻഡ് അത് സപ്പോസ് FF എത്തിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 255 കഴിഞ്ഞിട്ട് വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീസെറ്റ് ചെയ്യും 0ലേക്ക്. ആൻഡ് TH ക്രോസ് 1 ആയിട്ട് ഇൻക്രിമെൻ്റ് ആവും. Hence we have a maximum count of 65025, that is 255 into 255 machine cycles. okay, അത്രയും
മാക്സിമം കൗണ്ട് ഉണ്ടാവും. ഇതാണ് ആ ഫിഗർ ടു ഷോ ദ ടൈമർ മോഡ് 1. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ക്രിസ്റ്റൽ ഓസിലേറ്റർ വെനെവർ ദാറ്റ് ഇസ് ടൈമറിലെ ഇത് കൊടുക്കുമ്പോൾ ടൈമറിലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 12, അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 11.0592 MHz ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പം ഇറ്റ് വിൽ ബി 921 kHz. ഓക്കെ, ആൻഡ് ദെൻ ദർ ഇസ് വൺ മോർ ഇതെന്ന് പറയുന്നത് അതായത് TR ബിറ്റ് 1 ആണെങ്കിൽ, അപ്പോൾ ആ കേസാണ്. അതായത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ടൈമർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ TR ബിറ്റ് 1 ആവണം. അപ്പോൾ രണ്ടും 1 ആകുമ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് പോവും. ആൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് 1 ആവും. ദെൻ വി ഹാവ് ദ 16-bit register. So whatever value is given in that register, that will be incremented. And whenever it's overflow flag ആണ് TF. so അത് എപ്പോഴാണോ, ഇപ്പോൾ ഇവിടെ താഴെ കണ്ടോ, എല്ലാ കേസിലും TF 0 ആണ്. ഓക്കെ, സോ FF0 FFF1 അങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് FFFF കഴിഞ്ഞിട്ട് വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 0000 പോകും. അതാണ് ഓവർഫ്ലോ. സോ ആ സമയത്ത് TF ഫ്ലാഗ് എന്താവും? 1 ആവും. അതുവരെ അത് 0 ആയിരുന്നു. എപ്പോഴാണോ ഓവർഫ്ലോ വരുന്നത് അപ്പോൾ TF 1 ആവും. ഓക്കെ, let us see timer mode 2, that is 8-bit auto reload mode. And when a timer is in mode 2, TH cross holds the reload value and TL cross is the timer itself. Okay, thus counting proceeds. So TL cross starts counting up when it reaches 255, subsequently incremented. Now instead of resetting to 0 as in case of mode 0 and 1, it will be reset to the value stored in TH cross. അതാണ് ഇവിടെ ഡിഫറൻസ്. ഓട്ടോ റീലോഡ് ആണ്. ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക്കലി, അതായത് 255 എത്തിക്കഴിഞ്ഞാൽ ആക്ച്വലി 0 ആണ് വരുന്നത് അല്ലേ? മോഡ് 0 ആണെങ്കിൽ, മോഡ് 1 ആണെങ്കിൽ. പക്ഷേ മോഡ് 2ൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് TH ക്രോസിൽ എന്താണോ വാല്യൂ അതായിരിക്കും ഓട്ടോമാറ്റിക്കലി TL ക്രോസിൽ ലോഡ് ആവുന്നത്. ഓക്കെ, 0ലേക്ക് പോകുന്നില്ല. അതാണ്. സോ വിത്ത് ദ ഇൻറ്റേർണൽ ഇൻപുട്ട്, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫിഗർ നോക്കാൻ പറ്റും. ദാറ്റ്സ് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഡിവൈഡഡ് ബൈ 12. ദെൻ വി ഹാവ് C cross T bar. ദാറ്റ് ഈസ് അത് 0 ആണ്. ടൈമർ ഓപ്പറേഷൻ മനസ്സിലാക്കാൻ വേണ്ടി, ടൈമർ ഓപ്പറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അത് 0 ആണ്. ഓക്കെ, ദെൻ വി ഹാവ് TR1. സോ TR1 വരുന്നുണ്ട്. ദെൻ വി ഹാവ് ഇപ്പോൾ TL1 കണ്ടോ, TL1ഉം TL1ൽ ഒരു വാല്യൂ ഉണ്ടാവും, റൈറ്റ്? അപ്പോൾ അത് വെനെവർ, അതായത് ഓവർഫ്ലോ വരുന്ന സമയത്ത് അത് റീലോഡ് ചെയ്യും. സോ TH1ൽ എന്താണോ അത് TL1ലേക്ക് ലോഡാവും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ആണ്. അതാണ് ഓട്ടോ റീലോഡ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ദ ലാസ്റ്റ് മോഡ്, ദാറ്റ് ഇസ് എ ടൈമർ മോഡ് 3, ദാറ്റ് ഇസ് സ്പ്ലിറ്റ് ടൈമർ മോഡ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ വെൻ ദ ടൈമർ 0 is placed in mode 3, it essentially becomes two separate 8-bit timers. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് when the timer 0 is placed in mode 3, രണ്ട് സെപ്പറേറ്റ് 8-bit ടൈമേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ടു സേ ടൈമർ 0 is TL0, ടൈമർ 1 is TH0. ബോത്ത് ടൈമേഴ്സ് കൗണ്ട് ഫ്രം 0 to 255, overflow back to 0 independently. And what happens to timer 1? അപ്പോൾ ഇവിടെ ടൈമർ 0 ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ടൈമർ 0 ആണ് ഇവിടെ, അതായത് രണ്ട് സെപ്പറേറ്റ് ടൈമേഴ്സ് ആണ്. ടൈമർ 0 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ടൈമർ 0 എന്ന് പറഞ്ഞാൽ TL0 ആൻഡ് ടൈമർ 1 TH0. ആൻഡ് ബോത്ത് ദ ടൈമേഴ്സ് കൗണ്ട് ഫ്രം 0 to 255 ആൻഡ് ഓവർഫ്ലോ ബാക്ക് ടു 0. ഇനി ടൈമർ 1 എന്താണെന്ന് വെച്ചാൽ ഓൾ ദ ബിറ്റ്സ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ടൈമർ 1 വിൽ നൗ ബി ടൈഡ് ടു TH0. Okay, so when timer 0 is in split mode, the real timer 1 can be put into the mode 0, 1 and 2 normally. അപ്പോൾ ഇവിടെ ടൈമർ 0 സ്പ്ലിറ്റ് മോഡിലാണെങ്കിൽ ടൈമർ 1 അത് വേറെ 3 മോഡ്സ് ആയിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, so that is the operating modes of 8051 timer.